ചേന പറിക്കുക. കഴിക്കാൻ എന്തോടി? ചേട്ടൻ പറിച്ച ചേനുണ്ട്, പുഴുങ്ങി തരാം. ഞാൻ ചോദിച്ചു, അറിഞ്ഞു തരാനല്ലേ ഭാര്യ ഉള്ളത്. ഞാൻ കുളിച്ചില്ല. ആ, എന്നാ കുളിച്ചിട്ടുള്ളത്? അമ്പലത്തിൽ പോയായിരുന്നു. അമ്പലത്തിൽ പോയി. എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ല, ഞാൻ കണ്ടതില്ലല്ലോ. ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോ ചേട്ടനോട് പറഞ്ഞിട്ടാണോ വന്നേ? അല്ല. പിന്നെ അമ്പലത്തിൽ പോകുമ്പോ ഞാൻ എന്തിനാ പറയുന്നേ? ശരിയാണല്ലോ. അല്ല, നീ അമ്പലത്തിൽ പോയപ്പോ തേങ്ങ കൊണ്ടെന്തിനാ പോയെ? ചേട്ടൻ എപ്പോഴും എന്നോട് പറയില്ലേ നിന്റെ കയ്യിൽ ഒരു തേങ്ങയും ഇല്ലെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ തേങ്ങയും കൊണ്ടുവരാന്ന്. ഞാൻ അതാണോ പറഞ്ഞത്? പിന്നെ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് മെഴുകും. ഞാൻ തമാശ പറഞ്ഞതല്ലേ. ഞാൻ ആ ശാരദേച്ചിയുടെ പറമ്പ് കൂടെ അതേനല്ലേ വന്നേ. അപ്പൊ ഒരു തേങ്ങ എടുക്കുന്നു. തേങ്ങക്കൊക്കെ എന്താ വില. അപ്പൊ ഞാനൊരു തേങ്ങ ഇട്ടിങ്ങ് പോന്നു. ശാരദേച്ചിയുടെ പറമ്പിൽ കയറി നീ തേങ്ങ എടുത്ത്? എടി, അത് 4 to 6 അടി പൊക്കത്തിൽ ഇങ്ങനെ മുള്ളുവരെ കെട്ടിയൊക്കെയില്ലേ? ഈ ഡ്രസ്സൊക്കെ ഇട്ട് നീ എങ്ങനെ കയറി? അതെനിക്ക് നിസ്സാരമല്ലേ, ഞാൻ കാണിച്ചു തരാം. ദേ ഇങ്ങനെ വന്ന്. ചേട്ടന് സംശയം ഉണ്ടെങ്കിൽ ഡെമോ കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചു. എന്തിന്? കഷ്ടം പൊക്കുന്ന കുട്ടമ്മളുടെ മോളല്ലേ നീ? അല്ല, എനിക്കൊരു സംശയം. ഈ ചേരാത്ത പാന്റൊക്കെ ഇട്ട് ചേട്ടൻ അവിടെ പോവാ? നിന്റെ അച്ഛന്റെ അടുത്തോട്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ അച്ഛൻ വിളിച്ചതാണ്. ഒന്നുമല്ല, എന്റെ അച്ഛന്റെ അടുത്തോട്ട് തന്നെയാ പോണേ. കാരണം ഇവര് ഷെയർ ഇട്ട് അടിക്കേ. അങ്ങനെ കള്ള് ഷാപ്പിൽ നിന്ന് കിട്ടിയ ഒരു മുതലാണ് ഇത്. അത് കല്യാണത്തിലാ അവസാനിച്ച. നീ ആരോടാ പറഞ്ഞോണ്ടിരിക്കുന്നത്? അപ്പുറത്തെ വീട്ടിലെ പ്രചോദ് കുട്ടനോട്. ഞാൻ രാവിലെ മുതൽ ഇവിടെ ഇരുന്ന് ഷേവ് ചെയ്യാണ്. എന്നിട്ട് ആ വേലിക്കരിയിൽ പ്രചോദ് കുട്ടൻ വന്നിട്ടേ ഇല്ല. നിന്റെ ശബ്ദം കേട്ടു, പ്രചോദ് കുട്ടൻ അവിടെ വേലിക്കരിയിൽ പൊന്തി. ഇഷ്ടമാണ് ആളുകൾക്ക് എന്നെ. കഴുകി തീർന്നെങ്കിൽ ഇനി വന്ന് ഈ കണ്ണാടി ഒന്ന് പിടിച്ചതാ. അത് പാടരുത്, റൈറ്റ്സ് ഇല്ല. നീ പാടുന്നോണ്ടാണ് റൈറ്റ്സ് ഇല്ലാത്തത്. പാടാൻ അറിയാവുന്നവര് പാടിയാൽ റൈറ്റ്. ഇത് വിടരുത്, പൊട്ടും. അങ്ങനെ പൊട്ടത്തൊന്നുമില്ല. അല്ല, ചെള്ള പൊട്ടും എന്നാണ്. ഇവിടെ ഇരിക്കുന്നു. ഇവിടെ അത് പോയിട്ടില്ല ശരിക്കും. നോക്ക്, ഇവിടെ ഉണ്ട്. ഇനി വാ. അത് പോയില്ല. അത് ഇവിടെ ഇരിക്കുന്നു. ഞാൻ ചെയ്തുതരാം. നീ മുറിയും. ആര് പറഞ്ഞു? എന്റെ അച്ഛന് ഞാനല്ലേ താടി ഷേവ് ചെയ്ത് കൊടുക്കുന്നേ. ഇതുപോലെ ഒരു കൺഫ്യൂഷൻ അച്ഛനുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോളെ നീ താടി ഷേവ് ചെയ്യണ്ട, മുറിയും. ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ ചെയ്തുതരാം. അച്ഛൻ പറഞ്ഞു, മുറിഞ്ഞാൽ 50 രൂപ നീ എനിക്ക് തരണം. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ തരാം. അങ്ങനെ ഞാൻ അച്ഛൻ ഇങ്ങനെ ഷേവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ചെറുതൊരു മുറിവ്, ചെറുതൊന്നുപോലെ. അച്ഛൻ പറഞ്ഞു, 50 രൂപയെ. ഞാൻ പറഞ്ഞു, സോറി അച്ഛാ, ഇനി എന്റെ ഭാഗത്തൊന്നും ഒരു പ്രശ്നമില്ല, ഞാൻ ചെയ്യാന്ന്. അങ്ങനെ ഈ കവളത്ത് ഞാൻ അങ്ങനെ ഷേവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവിടെയും ചെറുതായിട്ടൊരു മുറിവ്. അച്ഛൻ പറഞ്ഞു, 50, 100 കൊടുത്തോ? പിന്നെ എന്റെ വട്ടി കൊടുക്കും. ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഈ കുഞ്ഞിമുറിവും കൂടെ ഇങ്ങനെ ജോയിന്റ് ചെയ്തിട്ട് ഒറ്റ മുറിവാക്കി. 50 കൊടുത്താൽ മതിയില്ല ഒരു മുറിക്ക്. അല്ലെന്ന്, ഞാൻ ഷേവ് ചെയ്യും. വാ, അത് പിടി. ഇല്ലെന്ന്, ഞാൻ അങ്ങനെ ചെയ്യോ? ഹരിചന്ദന മലയിലെ മധുവായി എന്റെ അരിപ്പാട്ടയിൽ വെച്ച് 500 സന്ധ്യ. വാട്സപ്പിൽ ഒരു മെസ്സേജ് 11:30 കാണാന്ന്. അയ്യോ, സന്ധ്യാദീപൻ. നമ്മുടെ സന്ധ്യ, നമ്മുടെ ഫാമിലി അറിയത്തില്ലേ? സന്ധ്യാദീപൻ. സന്ധ്യാദീപൻ. അവനെ കാണാമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടതാ. അതാണോ? ശരിക്കും. അപ്പൊ എനിക്ക് അറിയാനുള്ളതൊക്കെ അറിഞ്ഞു, എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി. ശരി, ചായ എടുക്കട്ടെ, പോട്ടെ. അല്ല, എന്നാ പിന്നെ എനിക്കറിയാനുള്ളതും കൂടെ അറിയണമല്ലോ. നീ വന്നേ. ഞാൻ ആ കുറുപ്പിന്റെ 500 രൂപ, 500 അല്ലല്ലോ, 2000 രൂപ ഞാൻ പലിശയ്ക്ക് വാങ്ങിച്ചു. എന്നിട്ട് തലണക്കിഴി വെച്ച് അത് നീ എടുത്ത് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് നീ മാല വാങ്ങിച്ചത്. അത് സ്വർണ്ണമാലല്ല, മെറ്റൽ മാല. അതിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നോ? അത് ഞാൻ മാല മേടിച്ചു. അതെന്താണെന്നറിയോ ചേട്ടാ? ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ഇതില് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോക്ക് ചേട്ടൻ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോ മാലയല്ലാതെ വേറൊന്നിലും ലൈക്ക് ചെയ്യാനുള്ള ഒരു റീസൺ ഇല്ല. കാരണം പെൺകുട്ടിക്ക് ഉടുതുണിയില്ല. മാല മാത്രമേ ഉള്ളൂ. അപ്പൊ ആ മാല ഞാനങ്ങ് മേടിച്ചിട്ടാ പോരേന്ന് എനിക്കങ്ങ് തോന്നി. അപ്പൊ ഈ 2000 രൂപ നഷ്ടാണോ? ഒരിക്കലും നഷ്ടമല്ല. മേടിക്കുന്നതിനേക്കാൾ എത്രയോ ലാഭമാണ്. ചായ എടുക്കട്ടെ. ചായ ഞാൻ 3 എണ്ണം കുടിച്ചല്ലോ. ഞാനില്ലാതെയോ? 3 എണ്ണം കുടിക്കണോ? ചൂടുള്ള ചായ എടുക്കാം.
തണുത്തത് മതി. തണുത്തത് മതി. എന്നാ ചായ തണുത്തി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തരാം. തണുത്ത ചായ. എന്താഴ്ചയാ? ഇന്ന് ചൊവ്വാഴ്ച. അത് ഞാൻ ഓർത്തില്ല. അതെ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നാ ബുദ്ധിമുട്ടാവോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും.